ഓക്കെ. രണ്ടായിരത്തി 2026 മെയ് മാസം 14-ാം തീയതിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2026 സ്പാനിഷ് ലാലിഗ കിരീടം നേടിയത് ഏത് ടീമാണ്? അതെ, ബാഴ്സലോണയാണ്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ സെക്രട്ടറി ത്രിഭുവൻ പ്രസാദ് സിംഗ്. ആരാണ്? ത്രിഭുവൻ പ്രസാദ് സിംഗ്. അടുത്തത്, കത്തുകളും പാഴ്സലുകളും അയക്കാൻ അടുത്തിടെ തപാൽ വകുപ്പ് വികസിപ്പിച്ചെടുത്ത വെർച്വൽ അഡ്രസ് സംവിധാനമാണ് ധ്രുവ. അതിൻ്റെ മുഴുവൻ നാമം എന്താണ്? ഡിജിറ്റൽ ഹബ് ഫോർ റെഫറൻസ് ആൻഡ് യൂണിക്യൂ വിർച്വൽ അഡ്രസ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അടുത്തത്, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ അഥവാ ഗ്രാമീൺ VBG റാംജി പ്രാബല്യത്തിൽ വരുന്നത് 2026 ജൂലൈ 1. അടുത്ത ചോദ്യം, സുപ്രീം കോടതി മുതൽ താഴെത്തട്ടിലുള്ള താലൂക്ക് കോടതികൾ വരെയുള്ള എല്ലാ കേസുകളുടെയും വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ സംവിധാനത്തിന് കീഴിൽ വരുന്നതായി അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് വൺ കേസ് വൺ ഡാറ്റ. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടുത്തിടെ തമിഴ്നാട് മുഖ്യമന്ത്രി രൂപീകരിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് സിംഗപ്പെൺ. എന്താണ്? സിംഗപ്പെൺ. അടുത്തത്, കേരളത്തിൻ്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചിൻ്റെ മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. അടുത്ത ചോദ്യം, രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് അൻപ് വീട്. അടുത്ത ചോദ്യം, എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ് എന്ന ഓർമ്മക്കുറിപ്പുകൾ രചിച്ചതാരാണ്? അതെ, നർഗീസ് മുഹമ്മദി. ആരാണ്? നർഗീസ് മുഹമ്മദി. അടുത്ത ചോദ്യം, 2026 മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ശ്യാമപ്രസാദ്. ആരാണ്? ശ്യാമപ്രസാദ്. ഏത് പുരസ്കാരമാണ്? മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം. അടുത്ത ചോദ്യം, അസമിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? അതെ, ഹിമന്ത ബിശ്വ ശർമ്മ. താങ്ക് യു.